യൂട്യൂബിൻ്റെ ആവശ്യത്തിനായിട്ടൊരു വീഡിയോ തപ്പുന്നതിൻ്റെ ഇടയിലാണ് ഞാനത് ആദ്യം കണ്ടത്. ഇത് എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ് ട്രിവാൻഡ്രം. അതെ, എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ്. വർഷം 2023 ഒരു ഓഗസ്റ്റ് മാസം. ഫ്രണ്ട്സിനെ വിളിച്ചെങ്കിലും ആരും വരാത്തതുകൊണ്ടാണ് ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചത്. എല്ലാ ട്രിപ്പിൻ്റെയും പോലെ ഇതാണ് എൻ്റെ ട്രാവൽ പ്ലാൻ. പത്മനാഭസ്വാമി ടെമ്പിളിൽ നിന്ന് തുടങ്ങി കുതിരമാളിക പാലസ്, കനകക്കുന്ന് പാലസ്, സൂ, വേലി വില്ലേജ് കഴിഞ്ഞ് ശംഖുമുഖം ബീച്ചിലെ ഒരു സൺസെറ്റ് എന്നായിരുന്നു പ്ലാൻ. പതിവിലും വിപരീതമായിട്ട് അന്ന് രാത്രി എല്ലാവരും ആ സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രി 1 മണിക്ക് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ആലുവയിൽ നിന്നായിരുന്നു ട്രെയിൻ. ബൈക്ക് പാർക്ക് ചെയ്ത് ഹെൽമെറ്റ് ക്ലോക്ക് റൂമിലും വെച്ച് ട്രിവാൻഡ്രത്തേക്ക് ഞാൻ ട്രെയിൻ കയറി. ട്രെയിൻ ഏതായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. രാവിലെ 5:30 ആകുമ്പോൾ ഞാൻ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ട്രിവാൻഡ്രം ആണെന്ന് അന്ന് തോന്നിയത് ഞാനിപ്പോൾ ഓർക്കുന്നു. പത്മനാഭസ്വാമി ടെമ്പിൾ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ലൊക്കേഷൻ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അമ്പലത്തിലേക്ക് നടന്നു. 5th പ്ലാറ്റ്ഫോമിലുള്ള ഒരു എക്സിറ്റ് വഴി പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് എടുക്കുള്ളായിരുന്നു. മെയിൻ എൻട്രൻസ് വഴി പോയതുകൊണ്ട് 30 മിനിറ്റ് എടുത്തു അമ്പലത്തിലേക്ക്. വഴി ചോദിച്ച് ഞാൻ അവസാനം അമ്പലത്തിന് മുന്നിലെത്തി. തൊട്ടടുത്ത് നിന്ന് ഫ്രഷപ്പൊക്കെ ആയി ആദ്യത്തെ ദർശനത്തിന് എന്നെ അകത്ത് കയറി. അമ്പലമണവും സൺറൈസിൻ്റെ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് പോളി ആംബിയൻസ് തന്നെയായിരുന്നു. ദർശനത്തിന് ശേഷം അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള കുതിരമാളിക ചിത്രമാളിക പാലസിലോട്ട് പോയി. 100 രൂപ എൻ്റെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. എന്തൊരു വലിയ പാലസ് ആണെന്നറിയോ? എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് കുതിരമാളിക പാലസിൻ്റെ മുന്നിലായിട്ട് കാണുന്ന 122 മരം കൊണ്ടുണ്ടാക്കിയ കുതിരകളുടെ ശില്പങ്ങളാണ്. 19ാം നൂറ്റാണ്ടിൽ പ്രിൻസസ് സ്വാതി തിരുനാളിന് വേണ്ടി പണി കഴിപ്പിച്ച 14 മുറികളുള്ള ഈ കൊട്ടാരത്തിൽ ആയിരക്കണക്കിന് സഹായികൾ ഉണ്ടായിട്ടും അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു എന്നുള്ള ചിന്ത എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു. അസുഖം കാരണം രാത്രികളിൽ ഉറക്കം കിട്ടാണ്ട് കൊട്ടാരത്തിൻ്റെ ഇടനാഴിലൂടെ നടക്കുന്ന രാജാവിനെ കുറിച്ച് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഇതേ ഇടനാഴിലൂടെ നടക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഇതൊക്കെ തന്നെയായിരുന്നു ചിന്ത. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത പാട്ടിലായിട്ട് ചെയ്യാം. ബൈ.